എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. ഇന്ന് രാവിലെ പ്രൊഫസർ നരേന്ദ്ര നായിക്ക് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. കലബുർഗിയെ കൊന്ന നാട്ടിൽ നിന്നാണ് അദ്ദേഹം വന്നത്. ഗൗരി ലങ്കേഷിനെ കൊന്ന നാട്ടിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് വധഭീഷണിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആക്രമിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ഓടിയാൽ കേരളത്തിൻ്റെ അതിർത്തിയിലെത്തും. കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ എനിക്കൊരു സുരക്ഷിതത്വമുള്ളൊരു തോന്നലുണ്ട്. ഈ തോന്നൽ എത്ര കാലം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ് പ്രശ്നം. ഓരോ നിമിഷം കഴിയുന്തോറും കേരളം സുരക്ഷിതമായൊരു കേരളം തുടരുമോ എന്നുള്ള ആശങ്ക നമുക്ക് ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവിച്ഛേദമായ സ്ത്രീ സമത്വത്തെക്കുറിച്ച്, ലിംഗസമത്വത്തെക്കുറിച്ചെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിന് എന്തുകൊണ്ടൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുന്നില്ല? കുളിക്കാനുള്ള വെള്ളം കുളിക്കുന്നതിന് പകരം തക്കാളിക്ക് വെണ്ടയ്ക്ക് ഒഴുക്ക് എന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന തമിഴന്മാർ, അവിടെ 2 മുഖ്യമന്ത്രികളുണ്ടായി വനിതകൾ. കേരളത്തിൽ എന്തുകൊണ്ട് വനിതയെ മുഖ്യമന്ത്രിയാക്കുന്നില്ല? UDF-ലും LDF-ലും എല്ലാം തന്നെ വനിതകളുണ്ടല്ലോ. കേരള മുഖ്യമന്ത്രിയാകുമെന്ന് കേരളം കരുതിയതാണ്, മുഖ്യമന്ത്രിയായില്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ആ രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വനിത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവണം. വേറെ എന്നുള്ളത്, എന്തുകൊണ്ട് കേരളത്തിലൊരു ദളിത് മുഖ്യമന്ത്രി ഉണ്ടാകുന്നില്ല? 2 UDF-ലും LDF-ലും ദളിത് നേതാക്കന്മാർ ധാരാളമായിട്ടുണ്ട്. പാർലമെൻറ്റ് മെമ്പർമാരുണ്ട്, വലിയ നേതാക്കന്മാരുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ദളിതൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാത്തത്? ഒരു LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 50% സ്ത്രീ സംവരണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഉണ്ടായ ഗുണം എന്തെന്ന് വെച്ചാൽ, ഒരുപാട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ സ്ത്രീകളെ കിട്ടാൻ പാടായിരുന്നു. പക്ഷേ അതിനുശേഷം സ്ത്രീകളുടെ വലിയ മുന്നേറ്റം ഉണ്ടായത്. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കൊല്ലം ജില്ലയിലെ കിഴക്കേ അതിർത്തിയിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വനിത ആദ്യം പ്രസംഗിക്കുകയാണ്. ഈ പ്രോഗ്രാം എടുത്തിങ്ങനെ കയ്യിൽ വെച്ചിട്ട് കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നുണ്ട് അവർക്ക്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഈശ്വരനെ ക്ഷണിച്ചുള്ളൂ എന്ന് പറഞ്ഞു. 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഒരു പ്രസംഗം കേട്ട്, ആ പഞ്ചായത്തിൽ എത്ര സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് എന്ന് കൃത്യം, എത്രയെല്ലാം റോഡുകൾ നന്നാക്കിയെന്ന് കൃത്യം, എത്ര തുക ഇതിനു വേണ്ടി ചിലവാക്കിയെന്ന് ഒരു കുറിപ്പും ഒരു തുണ്ട് പോലും കയ്യില്ലാതെ ഈ ആദരണീയായ വനിത പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. സന്ദർഭം കൊടുത്താൽ തീർച്ചയായിട്ടും ആ രംഗത്ത് ധാരാളം ആൾക്കാരുണ്ടാകും. സന്ദർഭം കൊടുക്കാത്തതാണ് പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരുപാട് പേര് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു വ്യക്തിപരമായിട്ട്. ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ, ആ പഞ്ചായത്ത് ഉണ്ടായ കാലം തൊട്ടേ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ആദ്യം CPI, അവിഭക്ത CPI, പിന്നീട് CPM, CPI, ഇങ്ങനെ മാറി. ഇത്തവണ LDF തന്നെ ജയിച്ചു, ഒറ്റ സീറ്റിൽ LDF ജയിച്ചു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായത്, നറുക്കെടുത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിച്ചത്. നറുക്കെടുത്തപ്പോഴാണ് ഞാൻ നറുക്കെടുപ്പിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല, ഭാഗ്യവൻ ടിക്കറ്റ് എടുക്കാത്ത ഒരാളാണ്. എങ്കിലും ഈ തന്നെ ഭയങ്കരമായിട്ട് ആഹ്ലാദിപ്പിച്ചു. കാര്യം, നറുക്കെടുത്തപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് ദളിത് വനിത വരണം എന്നുണ്ടായി. ദളിത് വനിത പ്രസിഡന്റായി ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഭാഗ്യമില്ലായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ദളിത് വരുന്ന പ്രസിഡന്റ് ആകുന്നില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് പലപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരു ദളിതൻ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ദളിതന് മൂട്ടയായിട്ട് ജനിക്കണമെന്ന് പറയാറുണ്ട്. അല്ലാതെ ഒരിക്കലും സംഭവിക്കില്ല. ഇതൊക്കെ മാറ്റങ്ങളായിട്ട് വരേണ്ടതാണ്. സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ട് സ്ത്രീയെക്കുറിച്ചുള്ളൊരു കവിതയെല്ലാം ഉന്നയിക്കുകയാണ്. ഓരോ യുക്തിവാദികളും അവരുടെ കുടുംബത്തെ യുക്തിവാദത്തിൻ്റെതായ വഴിയെ സഞ്ചരിപ്പിക്കാൻ മതരഹിതമായ ഒരു ജീവിത രീതിയിൽ ആവിഷ്കരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടി ശോഭായാത്രയ്ക്ക് പോയാൽ എന്താണ് സ്ഥിതി? എല്ലാ ഇടതുപക്ഷ കക്ഷികളും ചെയ്യണം, ഇടതുപക്ഷ കക്ഷികളെങ്കിലും ചെയ്യണം. ശോഭായാത്രയ്ക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ അയക്കത്തില്ല എന്ന് ഇടതുപക്ഷ കക്ഷികൾ തീരുമാനിക്കണം. പൊങ്കാലയ്ക്ക് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ അയക്കത്തില്ല എന്ന് ഇടതുപക്ഷ കുടുംബങ്ങൾ തീരുമാനിക്കണം. ഇടതുപക്ഷ ഗ്രാമങ്ങളുള്ള ഒരു നാടാണ് നമ്മുടേത്, അവർ തീരുമാനിക്കണം. നടക്കാറില്ല. വളരെ കൃത്യമായൊരു നിലപാട് തരം കാര്യങ്ങൾ യുക്തിവാദികൾക്ക് കൊണ്ട് എന്ന് എനിക്കറിയാം.
എനിക്ക് കേടേണ്ട രസകരമായ അനുഭവം, അപ്രതീക്ഷിതമായിട്ട് 3 പേര് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്നോട് പറയാതെ വന്നതാണ്. അപ്പോൾ വന്ന ആളുകളെ കണ്ടപ്പോൾ എനിക്കറിയത്തില്ല, ഇരിക്കാൻ പറഞ്ഞു. അതിഥികൾ ആകസ്മികമായിട്ട് വന്നവരാണെങ്കിൽ അതിഥികൾ ഇരിക്കാൻ പറയാം. അപ്പോൾ ഒരാൾ RSSൻ്റെ ഒരു സംസ്ഥാന നേതാവാണ്, പാലക്കാട് നിന്ന് വന്നിരിക്കുക. കൊല്ലം ജില്ലയിലെ RSSൻ്റെ വലിയ നേതാവുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു BJPക്കാരുണ്ട്. ഈ 3 പേരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാലക്കാട് നിന്ന് വന്ന RSSൻ്റെ സമുന്നതനായ നേതാവ് എന്നോട് പറഞ്ഞ RSSൻ്റെ 100ാം വാർഷികമാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ സംഘടന എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നത് സംബന്ധിച്ച് ഞങ്ങളൊരു ജനസമ്പർക്ക പരിപാടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണാനായിട്ട് വന്നത് എന്ന് പറയാം. ഞാൻ പറയും, എൻ്റെ അഭിപ്രായത്തിൽ 100 വർഷമായില്ലയോ, ഇന്ത്യയോട് എന്തെങ്കിലും ഈ രാജ്യത്തോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്നത് RSS പിരിച്ചുവിടുക എന്നുള്ളതാണ്. അത് പറയാം. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, RSS മാത്രം പിരിച്ചുവിട്ടാൽ മതിയോ? ഞാൻ പറയും, പോരാ, SDP പിരിച്ചു വിടണം, ജമാഅത്തെ ഇസ്ലാമി പിരിച്ചു വിടണം, മുസ്ലിം ലീഗ് പിരിച്ചു വിടണം, അകാലിദൾ പിരിച്ചു വിടണം. അങ്ങനെ ഒരുപാട് സംഘടനകൾ പിരിച്ചുവിടേണ്ടതായിട്ടുണ്ട്. അക്കൂട്ടത്തിന് ആദ്യം പിരിച്ചുവിടേണ്ടത് RSS തന്നെയാണ് എന്ന് പറയും. അങ്ങനെ അനുഭവം എനിക്കുണ്ടായി. പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ഓരോ സന്ദർഭത്തിലും. നമ്മളിന്ന് നടന്നുപോയ ജാഥ നടന്നുപോയപ്പോൾ ഇടത്തെ സൈഡിൽ അമ്പലം കണ്ടിട്ട്, വലിയൊരു അമ്പലം. എന്നെ RSS ആക്രമിച്ച സമയത്ത് ഈ അമ്പലത്തിൽ നിന്ന് ഒരു ജാഥ, ഒരു വനിതയുടെ നേതൃത്വത്തിൽ, കാവ്യെടുത്തൊരു വനിതയുടെ നേതൃത്വത്തിൽ ഒരു ജാഥ എൻ്റെ ഒരു കോലവും എടുത്തുകൊണ്ട് വന്ന് ചിന്നക്കഴി കൊണ്ടുവന്ന് കത്തിച്ച് അതിന് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, കള്ളു കുടിയ, കഞ്ചാവ് വലിയ, പെണ്ണ് പിടിയ, കുരിപ്പുഴയെ, ഞങ്ങളുടെ ദൈവത്തെ തൊട്ട് കളിച്ചാൽ തട്ടിക്കളയും കേട്ട എന്നായിരുന്നു. ഞാനിത് TV കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ എത്ര കള്ളു കുടിച്ചാലും ഇനി ബലരാമൻ കുടിച്ചതിൻ്റെ അത്ര കള്ളത്ത് എനിക്ക് കുടിക്കാനൊക്കത്തില്ലല്ലോ. ഞാൻ എത്ര പെണ്ണുപിടിയായാലും 16,008 റെക്കോർഡ് എനിക്ക് ഭേദിക്കാൻ സാധിക്കത്തില്ലല്ലോ. ഞാൻ എത്ര കഞ്ചാവ് വലിച്ചാൽ, ഞാൻ ഒന്നും ചെയ്യുന്ന ആളല്ല, ഞാൻ എത്ര കഞ്ചാവ് വലിക്കുന്ന ആളല്ല. ഞാൻ എത്ര കഞ്ചാവ് വലിച്ചാലും ശിവമൂലി പോലെ ആവാനൊക്കത്തില്ലല്ലോ. പരമശിവൻ്റെ സാധനമാണ് കഞ്ചാവ് എന്ന് പറയുന്നത്. കുംഭമേളയ്ക്ക് പ്രധാനമായിട്ട്, ഇപ്പോൾ കുംഭമേള കേരളത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സാധനം കഞ്ചാവായിരിക്കും. സ്ത്രീയുടെ വിമോചനത്തെ ആസ്പദമാക്കി എഴുതിയൊരു കവിത, പെൺപതാക. അടിമ പെണ്ണാക്കി മാറ്റിയ മംഗലത്താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞിട്ടാർച്ചയെത്തുന്നേ, മനസ്സിൻ്റെ പെരുങ്കൊമ്പിൽ കടിച്ച കാറ്റേ, ഇവൾക്കായി മാമ്പഴങ്ങൾ നിരത്തേണമേ. വയൽ തുണ്ടിൽ പാട്ടുമിന്നിയ പകൽ നേരത്ത് മുലക്കണ്ണിൽ കയ്പു തേച്ചോരമ്മയാണിവൾ. അറയ്ക്കുള്ളിൽ വിളക്കിൻ്റെ തല കൊയ്തപ്പോൾ വിറച്ചും കൊണ്ടടിപ്പെട്ട മൂർച്ചയാണിവൾ. കിനാവിൻ്റെ വള്ളിതോറും പിടിച്ച കാറ്റേ, ഇവൾക്കായി പിച്ചകപ്പൂ നിവർത്തേണമേ. അമാവാസി പർദ്ദയിട്ട പകലാണിവൾ, മൊഴി ചൊല്ലി കലാശിച്ച മലർക്കൂമ്പിവൾ. കിടാങ്ങളെ പോറ്റുവാൻ കൈനീട്ടിയോളിവൾ, ബിരിയാണി ചെമ്പിൽ വീണ് പഴുത്തോളിവൾ. അദൃശ്യമക്കനെ ഇട്ട വിളുമ്പിക്കാറ്റേ, ഇവൾക്കായി തെളിപാഠം നിവർത്തേണമേ. മനസ്സമ്മതം കൊടുത്ത മാരനെ കൊന്ന് ഒരു വ്യാജൻ സ്യൂട്ടിലേറി സമീപിച്ചപ്പോൾ പിതാവിൻ്റെ കനൽ കണ്ണിൽ എരിഞ്ഞൊടുങ്ങി ഒരു കുഞ്ഞാടായി കൂടെ നടന്നോളിവൾ. ഹൃദയത്തിൽ കൂടുകൂട്ടും തണുത്ത കാറ്റേ, ഇവൾക്കായി മുകിൽ ഛത്രം വിടർത്തേണമേ. വാടുകൾ തൂക്കി നിൽക്കുന്ന വാകയെപ്പോലെ വേനൽ തിന്നോ തണൽപ്പായ വിരിച്ചോളിവൾ. മരിക്കാനായി ഒതളഞ്ഞ കടിച്ചു തുപ്പി മരണത്തിൻ വിഷക്കൂട് പൊളിച്ചോളിവൾ. പല ദേശം കണ്ടുവന്ന കറുമ്പൻ കാറ്റേ, ഇവൾക്കായി സുരക്ഷാ വീട് ഒരുക്കേണമേ. ഇടം കണ്ണിൽ പെൺപതാക മുദ്ര സ്വാതന്ത്ര്യം, വലങ്കൈയിൽ കാരിരുമ്പ് കടിച്ച ദൈന്യം. വയറ്റത്ത് ചവിട്ടേറ്റ കരിനീരിപ്പ്,
പുറത്താകെ ബീഡിത്തീയാൽ വരഞ്ഞൊരിന്ത്യ. വാക്കിൽ ബ്ലേഡ് വെളിപാട്, നോക്കിലോ തോക്ക്, നേർക്കു വരുന്നോർക്ക് പെക്കിനാ ചോറ്. തീരമാകെ ചീറി വന്ന തകർപ്പൻ കാറ്റേ, ഇവൾക്കായി ചെമ്പൻ പട്ട് വിരിക്കണമേ. ഞാൻ വീട്ടിൽ നിന്ന് 3 ദിവസത്തേക്ക് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തുണ്ട്, ഇന്ന് മുഴുവനോടെ, ഇന്ന് രാത്രിയിലൂടെ. നാളെ നിങ്ങൾ പോകുന്നവരെ ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇനി നമുക്ക് കാണാം, വർത്തമാനം പറയാം, ഫോട്ടോ എടുക്കാം. രാവിലെ തുടങ്ങി ഫോട്ടോ പരിപാടിയാണ്. ഫോട്ടോ എടുക്കാം. നമസ്കാരം.